Hello everyone, welcome back to X and Y Learning. അപ്പോൾ CM Kids Scholarship 2026ന്റെ ഭാഗമായിട്ട് നടക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യൽ സയൻസ് ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. പേപ്പറും പെന്നൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുക കേട്ടോ. First question, which word is mentioned in the preamble to the Constitution of India which states that the state does not discriminate against any religion, the state has no official religion and gives any citizens the right to believe in the religion of his choice. അപ്പൊ എന്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഭരണഘടനയിലെ ആമുഖത്തിൽ കുറെ വേർഡ്സ് ഉണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നമുക്കത് പറയാം. അപ്പോ അതിൽ ഒരു വേർഡിന്റെ മീനിങ് അല്ലെങ്കിൽ ആ ഒരു വേർഡ് കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണ്? The state does not discriminate against any religion. നമ്മുടെ ഇന്ത്യ രാജ്യം ഒരിക്കലും ഒരു റിലീജിയന്റെ ബേസിസിൽ, മതത്തിന്റെ ബേസിസിൽ എന്ത് ചെയ്യില്ല? ഡിസ്ക്രിമിനേഷൻ ചെയ്യില്ല, അല്ലെങ്കിൽ വേർതിരിവ് കാണിക്കില്ല. The state has no official religion. നമ്മുടെ സ്റ്റേറ്റ്, അതായത് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഇന്ത്യ രാജ്യമാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്ത്യക്ക് ഒരു ഔദ്യോഗികമായിട്ടുള്ള മതമില്ല. അതുപോലെ it gives any citizens the right to believe in the religion of his choice. അതായത് നമ്മുടെ പൗരന്മാർക്ക് അവർക്ക് വേണ്ട റിലീജിയനിൽ, മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്നത് ഏത് വേർഡിലാണ്? നമ്മുടെ ആമുഖത്തിലുള്ള ഒരു വാക്കിന്റെ അർത്ഥം അല്ലെങ്കിൽ ആ വാക്ക് കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ ആ വാക്ക് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ലെറ്റ് സീ ദ ഓപ്ഷൻസ്. ഓപ്ഷൻ എ ഇസ് സോവറൈനിറ്റി, ഓപ്ഷൻ ബി സോഷ്യലിസം, ഓപ്ഷൻ സി റിപ്പബ്ലിക് ആൻഡ് ഓപ്ഷൻ ഡി സെക്യുലറിസം. അപ്പൊ ഏത് വാക്കാണ് മക്കളെ ഇത്രയും കാര്യങ്ങള്? അതായത് മതത്തിന്റെ പേരിൽ നമ്മുടെ രാജ്യത്ത് ഒരു മനുഷ്യനെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ അവരെ ദ്രോഹിക്കില്ല എന്നുള്ള അർത്ഥത്തിലുള്ള വേർഡ് ഏതാണ്? വേഗം പറഞ്ഞേ. ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി സെക്യുലറിസം ആണ് കേട്ടോ. ഇവിടെ കൊടുത്തപ്പം ചെറുതായിട്ട് തെറ്റിയിട്ടുണ്ട്. ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി സെക്യുലറിസം ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒന്ന് നോക്കാം. അപ്പോ ഇതാണ് നമ്മുടെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭരണഘടനയുടെ ആമുഖ പേജാണ്, പ്രിയാമ്പിൾ ആണ് ഈ കൊടുത്തിട്ടുള്ളത്. മലയാളം മീഡിയക്കാർക്ക് മലയാളം കൊടുക്കുന്നുണ്ട് അടുത്തത്. അപ്പൊ ജസ്റ്റ് നമുക്ക് ഇതൊന്ന് റീഡ് ചെയ്ത് പോവാം. എന്താണ്? We the people of India having solemnly resolved to constitute India into sovereign, socialist, secular, democratic republic and to secure to all its citizens justice, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി. ഓക്കെ, അപ്പോ ഇതിലിതാ സോവറൈൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് ആണ് ഇന്ത്യ എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ഇതാ? നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര, സ്ഥിതി, സമത്വ, മതനിരപേക്ഷ, ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, ചിന്ത, ആശയാവിഷ്കാരം, വിശ്വാസം, ഭക്തി, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം, സ്ഥാനമാനങ്ങൾ, അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടന എന്നാണ് അംഗീകരിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോ നമുക്ക് ഇതിലുള്ള ഓരോ ടേംസ്, വളരെ ഇമ്പോർട്ടന്റ് ആയ ടേംസ് മാത്രം ഒന്ന് നോക്കാം. അപ്പൊ അതിന്റെ മുമ്പ് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നുണ്ട്, നമ്മുടെ ഇന്ത്യയുടെ സോഴ്സ് ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ പരമാധികാരം ആർക്കാണ് വരുന്നത്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ്. അതായത് ഇന്ത്യയിലെ ആളുകളായിട്ടുള്ള, പൗരന്മാരായിട്ടുള്ള ആളുകൾക്കാണ് എന്ത് വരുന്നത്? സോഴ്സ് ഓഫ് അതോറിറ്റി, ഏറ്റവും പരമാധികാരം വരുന്നത്. അല്ലാതെ ഇവിടെയുള്ള ഏതെങ്കിലും വളരെ പണക്കാരായിട്ടുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ നമ്മുടെ മിനിസ്റ്റേഴ്സിനോ ഒന്നുമല്ല വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. ഇനി നമ്മുടെ സ്റ്റേറ്റ്, നമ്മുടെ ഇന്ത്യ എങ്ങനെയുള്ള ഒരു രാജ്യമാണെന്നാണ് പറയുന്നത്. നേച്ചർ ഓഫ് സ്റ്റേറ്റ് എന്താണ്? സോവറൈൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. ഈ വേർഡ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാട്ടോ. അപ്പൊ എന്താണ്? സോവറൈൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. അതില് മക്കൾക്ക് നോക്കിയാൽ അറിയാം, സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന വേർഡ് നമ്മൾ ആഡ് ചെയ്യുന്നത് 1976 അതുപോലെ സെക്യുലർ എന്നുള്ള വേർഡും ആഡ് ചെയ്യുന്നത് 1976 കേട്ടോ. അപ്പൊ അതിന്റെ മുമ്പ് സോവറൈൻ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് എന്നായിരുന്നു. 1976 42nd അമെന്റ്മെന്റ് ആക്ടിലാണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നുള്ള വേർഡ്സ് നമ്മൾ ആഡ് ചെയ്യുന്നത്.
ഇനി നമ്മുടെ ഇന്ത്യയുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. ഓക്കെ, ഇതാണ്. ഇനി നമ്മുടെ ഭരണഘടന അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഡേറ്റ് ഏതാണ്? 1949 നവംബർ 26 കേട്ടോ. 1949 നവംബർ 26 നമ്മുടെ ഭരണഘടന അഡോപ്റ്റ് ചെയ്തത്. അത് നിലവിൽ വന്നത് അല്ലെങ്കിൽ അത് നമ്മൾ പ്രാബല്യത്തിൽ വരുത്തിയത് എന്നാണ്? 1951 ജനുവരി 26 അന്നാണ് നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നത്? റിപ്പബ്ലിക് ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, ഇനി 42nd അമെന്റ്മെന്റ് ആക്ട് 1976 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന ഭേദഗതി നിയമപ്രകാരമാണ് നമ്മുടെ പ്രിയാമ്പിളിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്ന് അതുപോലെ ഇന്റഗ്രിറ്റി ഈ 3 വാക്കുകൾ ആഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ. കീവേഡ്സ് ആണ് നമ്മൾ നോക്കുന്നത്. സോവറൈനിറ്റി അല്ലെങ്കിൽ സോവറൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സർവഭൗമാധികാരം എന്നാണ് അതിന്റെ മലയാളം. അപ്പോ അത് പറയുന്നത് എന്താണ്? ഇന്ത്യ ഈസ് ആൻ ഇൻഡിപെൻഡന്റ് നേഷൻ നോട്ട് എ ഡിപ്പെൻഡൻസി എന്നാ പറയുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ നമ്മൾ ഇന്ത്യക്കാര് മതി, നമ്മൾ ആരുമായിട്ടും ഡിപ്പെൻഡ് അല്ല, നമ്മൾ ഒരു ഇൻഡിപെൻഡന്റ് നേഷൻ ആണ് എന്നാണ് പറയുന്നത്. രാജ്യം നമ്മുടെ ഇന്ത്യ പുറത്തുള്ള ആരുടെയും നിയന്ത്രണത്തിലല്ലാതെ ഇടപെടലില്ലാതെ നമുക്ക് സ്വതന്ത്രമായിട്ട് ഭരിക്കാനുള്ള അധികാരമാണ് സോവറൈനിറ്റിയിലൂടെ ഉള്ളത്. ഇനി അടുത്തതാണ് എന്ത്? സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് റിഫ്ലെക്ട്സ് എ മിക്സ്ഡ് എക്കോണമി വിത്ത് എ ഫോക്കസ് ഓൺ റെഡ്യൂസിങ് ഇനീക്വാലിറ്റി. നമ്മുടെ ഇനീക്വാലിറ്റി, അസമത്വം കുറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിലുള്ള സമ്പത്ത് എല്ലാവർക്കും സമമായിട്ട് ലഭിക്കണം എന്നുള്ള ആശയമാണ് സോഷ്യലിസ്റ്റ് എന്നുള്ള വേർഡിലൂടെ കൊണ്ടുവരുന്നത്, അതായത് സാമൂഹ്യവാദത്തിലൂടെ കൊണ്ടുവരുന്നത്. ഇനി അടുത്ത വേർഡാണ് സെക്യുലർ, അതായത് മതനിരപേക്ഷ എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥമാണ് നമ്മളിപ്പോ പറഞ്ഞത്, ദ സ്റ്റേറ്റ് ട്രീറ്റ്സ് ഓൾ റിലീജിയൻസ് വിത്ത് ഈക്വൽ റെസ്പെക്ട്. നമ്മുടെ രാജ്യത്തെ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണണം എന്നുള്ള ആശയമാണ് ആ ഒരു വേർഡിലൂടെ ഉള്ളത്. ഇനി അടുത്ത വേർഡാണ് ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ ദ ഗവൺമെന്റ് ഈസ് സെലക്ടഡ് ബൈ ദ പീപ്പിൾ, അതായത് ജനാധിപത്യ രാജ്യമാണ്. നമ്മുടെ ഇന്ത്യയിലുള്ള ഭരണകർത്താക്കൾ അല്ലെങ്കിൽ ഭരിക്കുന്ന രീതി എങ്ങനെയാണ്? നമ്മുടെ ആളുകൾ ഇലക്ട് ചെയ്യുന്നതാണ്, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് എന്നാണ് ഡെമോക്രാറ്റിക് എന്നുള്ളതിലൂടെ അർത്ഥമാക്കുന്നത്. ഇനി അവസാനത്തെ പ്രധാനപ്പെട്ട വേർഡാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ഗണരാജ്യം എന്നാണ് മലയാളം. അതായത് ദ ഹെഡ് ഓഫ് സ്റ്റേറ്റ് ഈസ് എലക്റ്റഡ് നോട്ട് എ ഹെറിഡിറ്ററി മൊണാർക്ക്. അതായത് നമ്മുടെ ഇന്ത്യയുടെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് അറിയുന്ന ആളാരാണ്? പ്രസിഡന്റ് ആണ്, പ്രൈം മിനിസ്റ്റർ അല്ല കേട്ടോ. പ്രസിഡന്റ് ആണ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും എന്താ പറയാ പരമോന്നധികാരത്തിൽ ഇരിക്കുന്ന ആളെന്ന് പറയുന്നത് പ്രസിഡന്റ് ആണ്. അപ്പൊ ആ പദവിയിൽ ഇരിക്കുന്ന ആള് ഇലക്ട് ചെയ്യപ്പെടുന്ന ആളാണ്, അല്ലാണ്ട് ഹെറിഡിറ്ററി ആയിട്ട് പാരമ്പര്യമായിട്ടുള്ള ആളല്ല, രാജാവല്ല എന്നുള്ളതാണ് റിപ്പബ്ലിക് എന്ന വേർഡിന്റെ അർത്ഥം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് കൺട്രി ഡിഡ് ദ ഇൻസിഡന്റ് ദാറ്റ് ലെഡ് ടു വേൾഡ് മദർ ടങ് ഡേ ടേക്ക് പ്ലേസ്? അപ്പോ വേൾഡ് മദർ ടങ് ഡേ അതായത് അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം എന്ന് പറയുന്ന ഒരു ദിനമുണ്ട്. അപ്പൊ അത് ആചരിക്കാനുണ്ടായ റീസൺ, ഒരു ഇൻസിഡന്റ് നടക്കുന്നുണ്ട്. ആ ഇൻസിഡന്റ് നടന്നത് എവിടെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മുടെ ഓപ്ഷൻസിലുള്ളത് ഓപ്ഷൻ എ മ്യാൻമർ, ഓപ്ഷൻ ബി ചൈന, ഓപ്ഷൻ സി ബംഗ്ലാദേശ്, ഓപ്ഷൻ ഡി പാകിസ്ഥാൻ. അപ്പോ താഴെ തന്നിട്ടുള്ളതിൽ ഏത് രാജ്യത്തിലാണ് ഈ ഒരു ദിനാചരണത്തിന് കാരണമായിട്ടുള്ള സംഭവം നടന്നത് എന്നാണ് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? ഏത് രാജ്യത്തിലാണ് മക്കൾക്ക് അറിയുമോ? അപ്പോ ബംഗ്ലാദേശിലാണ് കേട്ടോ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടക്കുന്നത്. അപ്പോ ബംഗ്ലാദേശില് 1952 ഒരു ലാംഗ്വേജ് മൂവ്മെന്റ് നടക്കുന്നുണ്ട്. ലാംഗ്വേജ് മൂവ്മെന്റ് എന്ന് പറയുമ്പോ ഈ ബംഗ്ലാദേശിലുള്ള കുട്ടികള് സ്റ്റുഡൻസ് ഉണ്ടല്ലോ, ഈ സ്റ്റുഡൻസ് അവരുടെ മാതൃഭാഷയായിട്ടുള്ള ബംഗാളി ലാംഗ്വേജ് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സമരം ചെയ്യുന്നത്. അപ്പോ ഈ ഒരു സമരം കാരണമാണ് എന്ത് വരുന്നത്? വേൾഡ് മദർ ടങ് ഡേ എന്ന് പറയുന്നത് ഒരു ദിവസം ആചരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത്. അങ്ങനെ നമ്മൾ ഏത് ദിവസമാണ് വേൾഡ് മദർ ടങ് ഡേ അല്ലെങ്കിൽ അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനമായിട്ട് ആചരിക്കുന്നത്?
ഫെബ്രുവരി 21-നാണ് കേട്ടോ. ഫെബ്രുവരി 21 ആണ് നമ്മൾ വേൾഡ് മദർ ടങ് ഡേ, അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇതിന് കാരണമായിട്ടുള്ള ഇൻസിഡന്റ് നടക്കുന്നത് ബംഗ്ലാദേശിലാണ്. 1952 നടന്ന ലാംഗ്വേജ് മൂവ്മെന്റ് കാരണമാണ് ഇങ്ങനെ ഒരു ദിനം നമ്മൾ ആചരിക്കുന്നത്. അപ്പൊ മക്കള് ഇതില് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തുണ്ട്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, പ്രത്യേകതയുള്ള ഡേറ്റ്സ് ഒക്കെ. ഇപ്പൊ മനുഷ്യാവകാശ ദിനം, അങ്ങനെയുള്ള ഭക്ഷ്യദിനം, അങ്ങനത്തെ ദിവസങ്ങളൊക്കെ. അപ്പൊ അതിന്റെ ഡേറ്റും അതുപോലെ തന്നെ ആ ഡേറ്റിന്റെ പ്രത്യേകത എന്താണ്, അതുപോലെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇൻസിഡന്റ് നടന്നത് കൊണ്ടാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഹിരോഷിമ ദിനം, നാഗസാക്കി ദിനം ഒക്കെ നമ്മൾ ഒരു ഇൻസിഡന്റിന്റെ മെമ്മറിക്കാണല്ലോ ആചരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള റീസൺ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. ഇനിയിപ്പോ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, നമുക്കപ്പോ ഒരു റിവിഷൻ പോലെയൊക്കെ ചെയ്യാൻ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. അപ്പോ നമ്മൾ ബാക്കി ക്വസ്റ്റ്യൻസ് ഇനി അടുത്ത സെഷനിൽ ടിസ്കസ് ചെയ്യാം. ടിൽ ദെൻ ബൈ.